ഇത് കണ്ട ഈ കാണുന്ന ടീഷർട്ടുകളെല്ലാം ആന വരച്ച പടമുള്ളതാണ്, വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. 1 2 ഇതേ നോക്കിയേ 3 4 5. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ തായ്ലൻഡിലാണ്, പട്ടയിലാണ്, ന്യൂനൂജി വില്ലേജിലാണ് കേട്ടോ. അതെൻ്റെ ഈ സൈഡിൽ കാണുന്ന ടീഷർട്ടുകൾ മുഴുവൻ ഉണ്ടല്ലോ ആന വരച്ചാന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? ആന ശരിക്കും ഒരു ചിത്രകാരനെ എങ്ങനെ നിർത്തി അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിൽ മഷിയും അതേപോലെ തന്നെ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നു, അതേപോലെ വരച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. എലിഫന്റ് ഷോയോടനുബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് കാഴ്ച കാണാനായിട്ട് വന്നത്. ഗംഭീരമായിട്ട് എങ്ങനെയുണ്ട് ആ ഒരു കാഴ്ച? അടിപൊളി ഷോ അല്ലേ? അടിപൊളി ഷോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് നോക്കിയേ, ഓരോ ചിത്രങ്ങളുടെ ഡിസൈൻ നോക്കിയേ, അതിന് 300 ബാത്ത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ മണി എത്രയാന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. നമ്മുടെ നാട്ടിലെ ആനയാണ് തടി പിടിക്കുന്നത്. അത് തന്നെയല്ല, ദേഷ്യം വന്ന നമ്മുടെ ആനകൾ മുഴുവൻ ആളുകളെ ഉപദ്രവിക്കുക, കൊല്ലുക, വിവിധ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടുത്തെ ആനകൾ അത്രയും ഭംഗിയായിട്ട് എന്താ പറയാ, അവര് ട്രെയിനിങ് കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഷോ ശരിക്കും എനിക്ക് തോന്നുന്നു പട്ടായ അല്ലെങ്കിൽ തായ്ലൻഡിൽ വന്നിട്ട് കാണാണ്ട് പോയ നഷ്ടം തന്നെയാണ് അല്ലേ? ഗംഭീര കാഴ്ച എന്ന് പറഞ്ഞാൽ ഗംഭീര കാഴ്ചയാണ്. നോക്കിയേ, ഓരോ ചിത്രങ്ങളും നോക്കി നോക്കിയേ, കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്താൽ പോലും ഇത്രയും നന്നായിട്ട് കിട്ടില്ല. ഇതൊക്കെ ആന വരച്ച ചിത്രങ്ങളാണ് അല്ലേ? നേരിട്ട് കണ്ട കാഴ്ച കൂടിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇതേ കണ്ട, ഇതൊക്കെ ആന വരച്ച തന്നെയാണോ? എലിഫന്റ്സ് റൈറ്റിംഗ് അല്ല, ഇതെല്ലാം ആന വരച്ച ആണ്ടാ. ഈ കാണുന്നതൊക്കെ ആന വരച്ചതൊക്കെയാണ്. നോക്കിയാൽ മനുഷ്യന്മാർ വരച്ചേക്കാൾ ഇത്രയൊന്നുമില്ല. ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഗംഭീരമായിട്ടുള്ള ഇങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മുടെ സഹായിച്ചത് തായ്ലൻഡിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച കാണി നമ്മുടെ മലയാളിയെ ബേബിയേട്ടനാണ്, ക്രസ് ട്രാവൽസ് ആണ്. തായ്ലൻഡ് കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബേബിയേട്ടനെ വിളിച്ചോ, തീർച്ചയായിട്ടും ഇത്രയും നന്നായിട്ട് തായ്ലൻഡ് കാണിച്ചു തരാൻ വേറെ ആർക്കും പറ്റില്ല അല്ലേ?